Hello everyone, welcome to Say Cheers. ഇന്ന് നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 1/2 കപ്പ് ചെറുപയർ പരിപ്പ് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. വിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അത് കളറൊന്നും അധികം മാറാതെ നോക്കണം. 2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം ചൂടാറാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് കഴുകിയെടുക്കണം. കഴുകിയ ശേഷം അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. പിന്നെ 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ അതിനെ നന്നായിട്ട് മാഷ് ആകണ വരെ ഒന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് അസലായിട്ട് വെന്ത് മഷി പോലെ ആകണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഏകദേശം 1 കപ്പോളം തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ സാദാ ജീരകം, ഒരു പച്ചമുളക് ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുക്കറിലെ പ്രഷറൊക്കെ റിലീസായ ശേഷം അത് തുറന്നിട്ട് ആ പരിപ്പിനെ കയ്യിലോണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ പരിപ്പിനെ ഒഴിച്ചു കൊടുക്കണം. ഇനി ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനെ ഒന്നും കൂടെ വേവിക്കണം. ചെറുപരിപ്പ് നമ്മൾ ചൂടോടെ തന്നെ കഴുകിയെടുത്താലില്ലേ, അത് ചിലപ്പോൾ നന്നായി വെന്ത് കിട്ടില്ല. അതുകൊണ്ടൊന്ന് ആറിയിട്ട് കഴുകാൻ പറയണത്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഈ തേങ്ങയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് കുറുക്കിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കൂട്ടാൻ പോലെ ഇത്തിരി നീട്ടിയിട്ടോ ഒക്കെ വെക്കാം. അവസാനം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടോളൂ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തുളിച്ചും കൊടുത്തോളൂ. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡിയായി. ഇതിനെ നമ്മൾ അടച്ച് വെച്ചിട്ട് പാത്രപാകം വരാനായിട്ട് കുറച്ച് നേരം വെക്കുക. എന്നിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.